സിനോജ, ഇപ്പോൾ സ്വിഗ്ഗി തൊഴിലാളികളുടെ സമരം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാൻ അതിലേക്കൊന്ന് പോകുന്നു സിനോജ. സ്വിഗ്ഗി ജീവനക്കാരുടെ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരം പാളയത്താണ്. ഇൻസ്റ്റാമാർട്ടിലേക്ക് നടന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി റോഷിപാൽ നമുക്ക് പോകുന്നുണ്ട്. റോഷിപാൽ, സ്വിഗ്ഗി ജീവനക്കാർ ഒരു ഗത്യന്തരമില്ലാതെ ഈ സമരത്തിന് ഇറങ്ങിയതാണ്. പ്രതിഷേധം എങ്ങനെ പോകുന്നു തിരുവനന്തപുരത്ത്? തിരുവനന്തപുരം പാളയത്തെ ഇൻസ്റ്റാമാർട്ടിലാണ് പ്രതിഷേധം നടക്കുന്നത്. റോഷിപാൽ അവിടെയുണ്ട്. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. കമ്മീഷൻ വെട്ടിക്കുറച്ചു. റോഷിപാൽ, കേൾക്കാമെന്ന് കരുതുന്നു. ഇൻസ്റ്റാമാർട്ടിലേക്കുള്ള പ്രതിഷേധം എന്തായി? പോലീസ് എത്തിയോ? സുജയ, അല്പം മുമ്പാണ് ഈ പ്രതിഷേധ സമരത്തിന് ശേഷമെത്തിയ ഈ സ്വിഗ്ഗി തൊഴിലാളികൾ നേതാക്കൾ ഉൾപ്പെടെ എത്തി. അവർ ഇവിടെ കൂടിയാലോചന നടക്കുമ്പോൾ അവരെ ആക്രമിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. ഇതിൽ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനുശേഷം ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്വിഗ്ഗി തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരുടെ തന്നെ പ്രതികരണം എന്താ സംഭവിക്കുന്നത്? എനിക്കറിയില്ല. ഇവിടെ സ്വിഗ്ഗി തൊഴിലാളികളൊക്കെ അതിൽ എന്താ ശരി സംഭവിച്ചൂടെ? അതായത് ഞങ്ങള് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ഇന്ന് മുതൽ ആരംഭിച്ചു. വേതന വർധനവ് ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് ആരംഭിച്ചത്. അപ്പോൾ രാവിലെ പണിമുടക്കിന്റെ ഉദ്ഘാടനം പട്ടം ഇൻസ്റ്റാമാർട്ടിന് മുന്നിൽ പണിമുടക്ക് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പണിമുടക്ക് ഞങ്ങളോട് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം കിട്ടി. അതായത് ലേബർ മിനിസ്റ്റർ ഇടപെട്ട് ചർച്ചയ്ക്ക് മാനേജ്മെന്റുമായി സംസാരിച്ചു. ചർച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരം ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ ഇൻസ്റ്റാമാർട്ടുകളും ഞങ്ങളുടെ തൊഴിലാളികൾ നിൽപ്പുണ്ട്. അപ്പോൾ അവരോട് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓർഡർ എടുക്കുന്ന ഒരു ആളുമായിട്ട് റൈഡറുമായിട്ട് ചെറിയ വാക്ക് തർക്കമായി. ആ വാക്ക് തർക്കത്തിനിടയിലാണ് സെക്യൂരിറ്റിക്കാരൻ പുറകെ കൂടി വന്നിട്ട് ഈ CI2വിന്റെ ഈ ഗിഗ് വർക്കേഴ്സിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്രമിച്ചതും പുള്ളി തറയിൽ വീണ് തല പരിക്ക് പറ്റിയായിരുന്നു. പുള്ളി ബോധം പോയി ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഇൻസ്റ്റാമാർട്ടിന്റെ സുരക്ഷാ ജീവനക്കാരനാണ് മർദ്ദിച്ചത്. അത് സുരക്ഷാ ജീവനക്കാരെന്ന് പറയാൻ പറ്റില്ല. ബൗൺസേഴ്സ് ഈ സമരം പ്രഖ്യാപിച്ചത് കൊണ്ട് ഇവർ എല്ലാ ഔട്ട്ലെറ്റുകളിലും ബൗൺസേഴ്സിനെയാണ് കൊണ്ട് നിർത്തിക്കുന്നത്. സെക്യൂരിറ്റി വേഷത്തിലും അല്ലാതെ പട്ടത്തും ഉണ്ട്. ഓരോ ഇൻസ്റ്റാമാർട്ടിന്റെ ഔട്ട്ലെറ്റുകളിലും ബൗൺസേഴ്സിന് പൈസ കൊടുത്തുകൊണ്ട് ഇറക്കി നിർത്തുകയാണ്. അതായത് തൊഴിലാളികളെ ആക്രമിക്കാൻ വേണ്ടി. ഇതിൽ ഇനി എന്താണ് നിങ്ങൾ പ്രതിഷേധം തുടരുകയാണ് ഇവിടെ? അതെ, ഞങ്ങൾ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഞങ്ങൾ സമരം അവസാനിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ നമുക്ക് പ്രതിഷേധിച്ചേ പറ്റുള്ളൂ. അധികാരികൾ ഇടപെടണം. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. അവർക്കെതിരെ കേസെടുക്കണം. ഇവിടെ ഈ പറഞ്ഞതുപോലെ സമരം അവസാനിപ്പിച്ചതായി അറിയിക്കാൻ എത്തിയപ്പോൾ ഇവിടെ നിന്നും ഈ സെക്യൂരിറ്റി അത് ബൗൺസേഴ്സിനെ നിർത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ് തൊഴിലാളികൾ ഉയർത്തുന്നത്. മർദ്ദനത്തിൽ CI2 സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പരിക്കേറ്റത്. തലക്ക് പരിക്കേറ്റുണ്ട്. അല്പം മുമ്പ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ഈ തൊഴിലാളികൾ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നിൽക്കുന്നത്. പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അല്പം മുമ്പാണ് സംഭവം നടന്നത്. ഏതായാലും ഇന്ന് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ചൂഷണങ്ങൾക്കെതിരെയുള്ള സമരമാണ് ഇന്ന് കോഴിക്കോടും ഒപ്പം തിരുവനന്തപുരത്തും ആരംഭിച്ചത്. ആ സമരം തുടങ്ങി അതിനിടയിൽ മന്ത്രി ഇടപെടാമെന്ന് ഉറപ്പു നൽകിയ ഒരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ചു എന്ന വിവരം ഈ ഇൻസ്റ്റാമാർട്ടിലെ ജീവനക്കാരെ അറിയിക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഏതായാലും എല്ലാ ഇടങ്ങളിലും ഈ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിന്റെ എല്ലാ ഇടങ്ങളിലും ഗുണ്ടകളെ സുരക്ഷയ്ക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന ആരോപണങ്ങൾ അടക്കം ഇവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും പോലീസ് എത്തി ജീവനക്കാരുമായി സംസാരിക്കുന്നുണ്ട്. ഇവർ ഇവിടെ ഏതായാലും പ്രതിഷേധം തുടരാൻ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഈ സ്വിഗ്ഗി തൊഴിലാളികളടക്കം ഈ സമരത്തിൽ പങ്കെടുത്തിയ കുറച്ചുപേരാണ്. ഇനി കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്താനാണ് സാധ്യത. സുജയ, അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നു. അതിൽ പാളയത്തെ സമരക്കാഴ്ചയാണ് റോഷിപാൽ പങ്കുവച്ചത്. നിലവിൽ കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമാണ് പ്രതിഷേധം. സൊമാറ്റോയും 24 മണിക്കൂർ പ്രതിഷേധത്തിന് ഒപ്പം ചേർന്നിട്ടുണ്ട്.